യെസ്, ആരിഫ് ഹുസൈൻ, കാന്തപുരം കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തെയോ അറിയിക്കാതെയായിരുന്നു ആദ്യം അദ്ദേഹം അവകാശപ്പെടുന്ന ഈ സന്ധി ചർച്ചയിലേക്ക് പോയത്. ഇപ്പോൾ കാന്തപുരം പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ വേണം എന്ന്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചത്. എന്തായിരിക്കും കത്തയക്കാനുള്ള സാഹചര്യം? സാഹചര്യം വളരെ വ്യക്തമാണല്ലോ. ഇത് നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? രാജ്യം തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്നാണ് ആദ്യം നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മൾ കാണുന്നത് കാന്തപുരം തോറ്റെടുത്ത് രാജ്യം വീണ്ടും ജയിച്ചു എന്നതാണ്. അതാണ് ഇതിൽ സംഭവിച്ചത്. ഈ ഒരു വിഷയം സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ചെയ്ത് ഇതുപോലെ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമേ അല്ല. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഏതൊരു രാജ്യത്തും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കുക എന്നുള്ളത് സാമാന്യ ഒരു മര്യാദയാണ്. എന്ന് വെച്ചാൽ അതാണ് അതിന്റെ ബൈ ഡിഫോൾട്ട് സംഭവിക്കേണ്ടത്. അതിപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ, ഇപ്പോൾ ഗോവിന്ദചാമിയുടെ വിഷയം വരുന്നു, അല്ലെങ്കിൽ നിർഭയ കേസൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് സൗദിയിലെ നിയമമാണ് നമുക്ക് വേണ്ടത്, അപ്പം തന്നെ കൈവെട്ടണം, അപ്പം തന്നെ തലവെട്ടണം, ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ പറയും. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ ഇതേപോലെ അതേ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ തലവെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ പറയാണ് തലവെട്ടല്ലേ പ്ലീസ്, എങ്ങനെയും ഒന്ന് ഒഴിവാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ കരയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന നിമിഷ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടുത്തെ നാട്ടിലെ നിയമം അവിടെ നടപ്പിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനോട് നമുക്ക് ഇഷ്ടപ്പെടാം, അതിനോട് യോജിക്കാം, അത് വിയോജിക്കാം, അതൊക്കെ ഒരു വിഷയമാണെങ്കിലും ആ നാട്ടിലൊരു പൗരൻ എന്ന നിലയ്ക്ക് അവിടെയുള്ള തലാലിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അതാണ് സംഭവിക്കുക. അപ്പം ഇവിടെ നമ്മളപ്പോഴും നമ്മൾക്കൊണ്ടാവുന്ന രീതിയിൽ അതിൽ നിന്നും ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതല്ലാതെ നിമിഷയെ കുറ്റവിമുക്തയാക്കണമെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആള് നിരപരാധിയാണെന്ന് അവകാശപ്പെടാനൊന്നും അല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ, ആ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ ഈ തലാലിന്റെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതുപോലെ എന്താണ്, ഈ വിഷയം ഇവിടെ ചർച്ചയായപ്പോൾ തലാലാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നക്കാരൻ, അയാൾ കൊല്ലപ്പെടേണ്ടവനായിരുന്നു എന്നവരെ രീതിയിലും, അതുപോലെ നിമിഷ വളരെ ഇതിലൊന്നും ഒരു പ്രശ്നവും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വരെ കൊണ്ടെത്തിച്ച് ഒരു വെള്ളരിപ്രാവായിട്ട് മാറുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ദിശയിലേക്ക് പോകുന്നു. ഇതിനെല്ലാം വഴിവെച്ചത് എന്താണ്? വഴിവെച്ചത് സത്യത്തിൽ കാന്തപുരത്തിന്റെ ഈ ഇടപെടലാണെന്ന് ഞാൻ പറയൂ. ഇത് അനാവശ്യമായ ചർച്ചകളിലേക്കും അനാവശ്യമായ ഈ ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് വഴിതിരിച്ചു വിട്ടു. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഈ ഒരു അവകാശവാദം ആദ്യമേ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാനിട വന്നപ്പോൾ ഞാൻ ആദ്യം കുറിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, ഈ കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം അത് ദുരൂഹമാണ് എന്നാണ് ഞാൻ കുറിച്ചത്. ഇപ്പോഴും അതിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? ആ ഹൂതി ബന്ധം മറച്ചു വെക്കാനാണോ മിതവാദികളായിട്ടുള്ള സൂഫി പണ്ഡിതരുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞത്? ഇത് പറച്ചിലല്ലേ? ഈ സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പറയുന്ന തലാലിന്റെ സഹോദരൻ തന്നെ പുറത്ത് എഴുതി വിട്ട ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ ഒരാളായിട്ടോ ആളുടെ ചിങ്കിടികളായിട്ടോ നമ്മൾ ആരെയും കണ്ടിട്ട് പോലുമില്ല, ഇങ്ങനെ ആരെയും അറിയ പോലുമില്ല എന്ന് അവിടെ എഴുതി വെക്കുമ്പോൾ പിന്നെ ആരോട് സംസാരിച്ചു എന്നാണ് ഈ പറയുന്നത്? ഇത് നമ്മളെ കുറെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കുറെ അറബിയിൽ കുറെ സാധനം എഴുതിയിട്ട് അതിൽ ഡേറ്റ് വായിക്കാൻ അറിയാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടി നോക്കി, അതും സ്വന്തം ലെറ്റർ പാഡിൽ ഇതേപോലെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അച്ചടിച്ച് ഇതേപോലെ പുറത്തേക്ക് വിടുമ്പോൾ അത് ഏറ്റെടുക്കാൻ കുറെ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിന്റെ പിന്നാലെ കുറെ അതിനെ ഗ്ലോറിഫിക്കേഷനിലേക്ക് പോകുന്നു. അങ്ങനെ സംഭവിച്ചപ്പോഴെന്താണ്? ഒരു മതത്തിന്റെ അധികാരത്തിന്റെ വിജയമല്ല സത്യത്തിൽ നമ്മളിവിടെ കാണേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതായത് രാജ്യം തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നു. അത് വളരെ അപകടം പിടിച്ച സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയാം. അവിടെയാണ് നമ്മളൊക്കെ ഇതിനെ വിമർശിക്കുന്ന നിലയിലേക്ക് വരേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ കണ്ടത് അതല്ല. ഇവിടെ രാജ്യത്തിനും അപ്പുറം നമുക്ക് ചില കഴിവുകളുണ്ട്, നമുക്ക് ചില ബന്ധങ്ങളുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചില ക്രിയകൾ അവിടെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഇത് വന്നത് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയും അത് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഈ പറയുന്ന അന്വേഷണവും ഇതിലെ വിമർശനങ്ങളും എല്ലാം ഇവിടെ പുറത്തേക്ക് വരും. ഇന്നിപ്പോൾ ഈ ചർച്ച പോലും വരുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യം പോലും നമുക്കില്ല. കാരണം നമ്മളിവിടെ പറഞ്ഞു വധശിക്ഷ ഒഴിവാക്കി കിട്ടാനുള്ള വഴിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല. വധശിക്ഷ നടപ്പിലാകുന്ന 16 എന്നുള്ളത് ഒന്ന് നീട്ടിവെച്ചു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴും അതിനകത്ത് ഈ ബ്ലഡ് മണി സ്വീകരിക്കുന്ന അടക്കം അതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ദയ കൊടുക്കാം.